തൃശൂരിൽ ജനതാദൾ യു നേതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിൽ 9 RSS പ്രവർത്തകർ അറസ്റ്റിലായ വാർത്തയാണ് ആദ്യത്തെ റിപ്പോർട്ട്. ജില്ലാ പോലീസ് മേധാവി വിജയകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായ PG ദീപകിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് RSS, BJP, VSP പ്രവർത്തകരായ 9 പേർ പിടിയിലായത്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി വിജയകുമാറിന്റെ കീഴിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. RSS പ്രവർത്തകരായ ശിവരാജൻ നായർ, രാജേഷ്, ഋഷികേശ്, പ്രശാന്ത്, നിജിൻ, രശാന്ത്, സരസൻ എന്നിവരാണ് പിടിയിലായത്. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികളെക്കുറിച്ച് സൂചനകൾ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വാനും മറ്റ് തെളിവുകളും കണ്ടെത്തിയിരുന്നു. സൈബർ സെല്ലിന്റെ സഹായത്തിൽ നടത്തിയ തിരച്ചിലിനാണ് പ്രതികളെ പിടികൂടിയത്. 8:30 SJD പ്രവർത്തകനും നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ദീപകിനെ ഒരു സംഘം ആൾക്കാർ വന്ന് വെട്ടുന്നത്. രാത്രി 8:30 മണിക്ക് റേഷൻ കട അടച്ച് ഇറങ്ങിയ ദീപകും ദീപകിന്റെ കൂട്ടുകാരായ സ്റ്റാലിനും പിന്നെ സജീവൻ ഇവര് വന്ന് അപ്പം സ്റ്റാലിന് കാർ ഓടിക്കുന്ന സ്റ്റാലിനാണ്. അപ്പം ദീപകിന്റെ കാർ എടുത്തുകൊണ്ട് വന്നു. അവർ കയറാൻ കടയെ അടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 4 പേര് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. RSSനും BJPക്കും എതിരായി ദീപക് പ്രവർത്തനം നടത്തി എന്നാരോപിച്ചായിരുന്നു ആക്രമണം. RSS നേതാവ് ശിവരാജന്റെ നേതൃത്വത്തിൽ മാസങ്ങളോളം നീണ്ട ഗൂഢാലോചനയ്ക്കും ആസൂത്രണത്തിനും ഒടുവിലായിരുന്നു കൊലപാതകം. കൊലപാതക ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതികളെ മണ്ണൂത്തിയിൽ വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊച്ചിയിലെ പ്രമുഖ നൃത്ത വിദ്യാലയത്തിൽ പോലീസ് റെയ്ഡ്. 1 ലക്ഷത്തോളം വില വരുന്ന വൻ കഞ്ചാവ് ശേഖരം പിടികൂടി. കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവും നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റെയ്ഡിനെത്തിയത്. പനമ്പള്ളി നഗറിലെ താണ്ഡവം എന്ന നൃത്തവിദ്യാലയത്തിൽ നിന്നാണ് പോലീസ് കഞ്ചാവ് പിടികൂടിയത്. ഇവിടെ കഞ്ചാവ് വിൽപ്പന നടക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് റെയ്ഡ്. റെയ്ഡിൽ 1 കിലോ കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. സംഭവത്തിൽ സ്ഥാപനമുടമ രാജേഷിനെയും സഹായി അരുണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. 2 വർഷം മുമ്പും ഇവിടെ നിന്ന് കഞ്ചാവ് പിടികൂടിയിരുന്നു. നൃത്തം അഭ്യസിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. കൊച്ചി DCPയുടെയും ഷാഡോ പോലീസിന്റെയും നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വീട്ടുവേലക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ സംരക്ഷിക്കാൻ പോലീസിന്റെ നീക്കം. വ്യവസായിയും എറണാകുളം ഇലഞ്ഞി സ്വദേശിയുമായ KK ജോസഫിനെയാണ് കേസെടുത്തിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യാത്തത്. പ്രതി വിദേശത്താണെന്ന കാരണം പറഞ്ഞാണ് പോലീസ് അറസ്റ്റ് വൈകി. ഇക്കഴിഞ്ഞ മാർച്ച് 1-ാം തീയതിയാണ് സംഭവം നടന്നത്. ഇലഞ്ഞിയിലുള്ള KK ജോസഫിൻ്റെ വീട്ടിൽ വീട്ടുജോലിക്ക് നിന്നിരുന്ന ബംഗാളി യുവതിയെ രാത്രി 9:30 വീട്ടിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. വ്യവസായിയായ ജോസഫ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം വിദേശത്താണ് താമസം. എന്നാൽ എല്ലാ മാസവും ഇയാൾ നാട്ടിൽ വരാറുണ്ടായിരുന്നു. KK ജോസഫിൻ്റെ മാതാവിനെ പരിചരിക്കുന്നതിനായാണ് ബംഗാളി യുവതി ഇയാളുടെ വീട്ടിൽ താമസിച്ചിരുന്നത്. നാട്ടിലെത്തിയ ജോസഫ് ഇക്കഴിഞ്ഞ 1-ാം തീയതി രാത്രി 9:30 യുവതിയെ വീട്ടിലെ മുറിയിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് യുവതി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഇതിനു മുൻപും ഇയാൾ പലതവണ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. തന്നെ വേണ്ട വിധം സംരക്ഷിക്കാമെന്നും സംഭവം പുറത്തു പറയരുതെന്നും ഇയാൾ പറഞ്ഞിരുന്നതായും യുവതിയുടെ പരാതിയിലുണ്ട്. പരാതി ലഭിച്ചതിനെ തുടർന്ന് കൂത്താട്ടുകുളം പോലീസ് ജോസഫിനെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ സംഭവം നടന്ന 1 മാസമാകാറായിട്ടും ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. വിദേശത്ത് ഒളിവിലായതിനാലാണ് അറസ്റ്റ് വൈകുന്നതെന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതല്ലാതെ വ്യവസായിയായ പ്രതിയെ പിടികൂടാനുള്ള കാര്യക്ഷമമായ നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന വിമർശനം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദില്ലി കേരള സ്കൂളിൽ പ്രവേശനം നൽകാൻ വിദ്യാർത്ഥികളിൽ നിന്നും ഡൊണേഷൻ വാങ്ങുന്നുവെന്നാരോപിച്ച് മാതാപിതാക്കൾ മാനേജരെ തടഞ്ഞുവെച്ചു. മലയാളി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നുവെന്ന് മാതാപിതാക്കൾ കുറ്റപ്പെടുത്തുന്നു. കേരള സ്കൂളിലെ ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് അധ്യാപക രക്ഷകർതൃ സമിതി നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം തുടരുകയാണ്. ദില്ലിയിൽ താമസിക്കുന്ന മലയാളികളുടെ കുട്ടികൾക്ക് കേരള വിദ്യാഭ്യാസം ലഭിക്കാൻ സ്ഥാപിതമായ സ്കൂളാണ് കാനിംഗ് റോഡിലെ കേരള സ്കൂൾ. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന 1-ാം ക്ലാസ് പ്രവേശനത്തിന് മാനേജ്മെന്റ് കാപ്പിറ്റേഷൻ ഫീസ് വാങ്ങിയതിനെ തുടർന്ന് മാതാപിതാക്കൾ മാനേജരെ തടഞ്ഞുവെച്ചു. പണമില്ലാത്ത കാരണം കൊണ്ട് ഫീസ് അടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് ഏറിയ കൂറും. ഇവിടെ അഡ്മിഷൻ വാങ്ങിയിട്ടുള്ള 40ഓളം ആളുകൾ എന്ന് പറയുന്നത് ഹിന്ദിക്കാരാണ്. നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് സീറ്റ് നൽകിയതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൊടുക്കേണ്ടതുള്ളൂ. അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് അവരിൽ നിന്ന് കൂടുതൽ പണം വാങ്ങി അഡ്മിഷൻ കൊടുക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പോലീസ് എത്തിയാണ് മാനേജറെ സ്കൂളിനുള്ളിലേക്ക് കയറ്റിവിട്ടത്. സ്കൂളിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ മാനേജർ നിഷേധിച്ചു.
ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുന്നില്ലെന്ന് മാനേജർ വാദിച്ചെങ്കിലും മാതാപിതാക്കൾ തുക വാങ്ങിയതിന്റെ തെളിവുകൾ പ്രദർശിപ്പിച്ചു. തുടർന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാമെന്ന് മാനേജർ വ്യക്തമാക്കി. തീർച്ചയായിട്ടും അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്ത് ഞങ്ങൾ ആ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുത്തിരിക്കും. 1996 മുതൽ കേരള സ്കൂളിന്റെ മാനേജ്മെന്റിൽ സർക്കാർ പ്രതിനിധിയില്ല. പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളും സ്കൂളിനെതിരെ ഉയരുന്നുണ്ട്. ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപക രക്ഷകർതൃ സമിതി അനിശ്ചിതകാല നിരാഹാര സമരവും ദില്ലിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. അനധികൃത പാർക്കിംഗ് മൂലം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ കർശന നടപടികളുമായി ജില്ലാ ഭരണകൂടം. കണ്ടെയ്നറുകളുടെ പാർക്കിങ്ങിന് DP വേൾഡും കൊച്ചിൻ പോർട്ടസ്റ്റും ഒരാഴ്ചയ്ക്കകം നടപടിയെടുത്തില്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. അനധികൃത പാർക്കിംഗ് മൂലം വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ റോഡിൽ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിലാണ് കളക്ടർ പരിശോധന നടത്തിയത്. കണ്ടെയ്നർ ലോറികൾ റോഡരികിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്നതും സ്ട്രീറ്റ് ലൈറ്റുകളില്ലാത്തതും മൂലം അപകടം പതിവായതോടെ നാട്ടുകാരിൽ നിന്നും പ്രതിഷേധമുയർന്നിരുന്നു. പലവട്ടം ചർച്ചകൾ നടത്തിയിട്ടും ചരക്കുമയത്തുന്ന ലോറികൾക്ക് പാർക്കിംഗ് സംവിധാനമൊരുക്കാൻ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനും DP വേൾഡിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ ഒരാഴ്ചയ്ക്കകം തീരുമാനമായില്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തുമെന്ന് കളക്ടർ MG രാജമാണിക്യം പറഞ്ഞു. പാർക്കിംഗ് വരുന്നുണ്ട് പറയുന്നതല്ലാതെ പാർക്കിംഗ് ഒന്നും വരുന്നില്ല. അതാണ് അടുത്ത പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ട്രിക്റ്റായിട്ട് ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പാർക്കിംഗ് വരുന്നവരെ ഈ കണ്ടെയ്നർ റോഡിലേക്ക് നമ്മൾ ഡെസിഗ്നേറ്റഡ് ഏരിയ മാർക്ക് ചെയ്ത് അവിടെ ട്രാഫിക് വാർഡൻ അതുപോലെ ലൈറ്റിങ്സ് ഉൾപ്പെടെയുള്ള സംവിധാനത്തോട് പാർക്കിംഗ് അവർ കൊണ്ടുവരുന്നവരെ ചെയ്യണം. അതിനുള്ള കാസ്റ്റ് DP വേൾഡും കൊച്ചിൻ പോർട്ട് ട്രസ്റ്റും വഹിക്കണമെന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം അതിനുള്ള തീരുമാനം എടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കകം അവരങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മൾ കണ്ടെയ്നർ റോഡിലെ കണ്ടെയ്നർ മുട്ടിലും പാർക്കിംഗ് ചെയ്യാനുള്ള ഒരു നിരോധനം കൊണ്ടുവരും. ട്രാഫിക് പോലീസിനെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും പ്രദേശത്ത് നിയോഗിക്കും. സ്പോൺസർമാരെ കണ്ടെത്തി സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ ദേശീയപാത അതോറിറ്റിക്കും നിർദ്ദേശം നൽകി. ജംഗ്ഷനുകളിലെ പാർക്കിംഗ് അനുവദിക്കില്ല. ടെർമിനലിന്റെ നിർമ്മാണത്തിനായി മുൻകൂർ അനുമതിയില്ലാതെ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് തടയുമെന്നും കളക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വൈദ്യുതി മോഷണ കുറ്റം ആരോപിച്ച് സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റുകൾക്ക് വൻതുക പിഴ ഈടാക്കിയ KSEB നടപടിക്കെതിരെ സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. വൈദ്യുതി ബില്ലുകൾ കൃത്യമായി അടച്ചിട്ടും യാതൊരു മുന്നറിയിപ്പും നൽകാതെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയെ വാണിജ്യ മേഖലയിൽ ഉൾപ്പെടുത്തിയ നടപടി വ്യവസായ മേഖലയെ തകർക്കുന്നതാണെന്നും അസോസിയേഷൻ ആരോപിക്കുന്നു. മത്സ്യ കയറ്റുമതിയെ തീർത്തും നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടാണ് KSEB സ്വീകരിക്കുന്നതെന്ന് സീ ഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ കുറ്റപ്പെടുത്തി. യാതൊരു മുന്നറിയിപ്പും കൂടാതെയായിരുന്നു സമുദ്രോൽപ്പന്നങ്ങളുടെ സംസ്കരണവും കയറ്റുമതിയും നടത്തുന്ന ഫാക്ടറികളിൽ KSEBയുടെ ആന്റി തെഫ്റ്റ് സ്ക്വാഡ് റെയ്ഡ് നടത്തിയതും വൈദ്യുത മോഷണ കുറ്റമാരോപിച്ച് കോടികൾ പിഴയിട്ടതും. 2014 സെപ്റ്റംബറിൽ ഫാക്ടറികളിൽ പരിശോധന നടത്തിയ KSEB സീ ഫുഡ് എക്സ്പോർട്ടിംഗ് യൂണിറ്റുകളെ വ്യാവസായിക പരിധിയിൽ ഉൾപ്പെടുത്തിയാണ് താരിഫ് നൽകിയിരുന്നത്. ഇന്നുവരെയുള്ള എല്ലാ വൈദ്യുത ബില്ലുകളും കൃത്യമായി അടച്ചിട്ടും ഋഷിരാജ് സിംഗ് നേതൃത്വം നൽകുന്ന ആന്റി പവർ തെഫ്റ്റ് സ്ക്വാഡ് റെയ്ഡിനു ശേഷം സമുദ്രോൽപ്പന്ന കയറ്റുമതി വാണിജ്യ മേഖലയിലെ താരിഫിൽ ഉൾപ്പെടുന്നതാണെന്ന് കാട്ടിയാണ് വൻതുക പിഴ ചുമത്തിയത്. കയറ്റുമതിയെ നിരുത്സാഹപ്പെടുത്തുന്ന നടപടിയാണിതെന്ന് വ്യവസായികൾ ആരോപിക്കുന്നു. KSEB ഇൻസ്പെക്ഷൻ നടത്തി അവർക്ക് ബോധ്യപ്പെട്ടിട്ട് അവരുടെ രേഖകളും റൂൾസും റെഗുലേഷൻസ് പ്രകാരം രേഖാമൂലം ഞങ്ങൾക്ക് അറിയിച്ച് തരുന്ന ഒരു ബില്ലാണ്. ആ ബില്ല് യാതൊരു ഒബ്ജക്ഷൻ കൂടാണ്ട് ഇത്രയും നാളുകളായിട്ട് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. KSEB റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ്. സർക്കാരുമായി ചർച്ച ചെയ്യാനുള്ള സാവകാശം പോലും ലഭിച്ചില്ലെന്നും വ്യവസായികൾ കുറ്റപ്പെടുത്തി. പരിഹാരമുണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇവരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2002 ഒരാളുടെ മരണത്തിനും 4 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കാനും കാരണമായ വാഹനാപകട കേസിൽ ബോളിവുഡ് താരം സൽമാൻ ഖാൻ കോടതിയിൽ ഹാജരായി. മുംബൈയിലെ സെഷൻസ് കോടതിയിൽ തന്റെ ഭാഗം വിശദീകരിക്കാനാണ് സൽമാൻ ഖാൻ എത്തിയത്. താൻ മദ്യപിച്ചിരുന്നില്ല എന്നും വാഹനമോടിച്ചത് ഡ്രൈവറാണെന്നും സൽമാൻ ഖാൻ കോടതിയിൽ പറഞ്ഞു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ ചുമത്തിയാണ് സൽമാൻ ഖാനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 13 വർഷങ്ങൾക്ക് മുമ്പ് 2002 സെപ്റ്റംബർ 28 രാത്രിയിലുണ്ടായ വാഹനാപകട കേസിലാണ് സൽമാൻ ഖാൻ മുംബൈയിലെ സെഷൻസ് കോടതിയിൽ ഹാജരായത്. CRPC 313 വകുപ്പ് പ്രകാരം കേസിൽ തന്റെ വാദം വിശദമാക്കാനാണ് സൽമാൻ എത്തിയത്. അപകടം നടക്കുമ്പോൾ താനായിരുന്നില്ല, തന്റെ ഡ്രൈവർ അശോകാണ് വാഹനമോടിച്ചതെന്ന് ഖാൻ കോടതിയിൽ പറഞ്ഞു. അപകടം നടന്നയുടൻ താങ്കൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടവരുണ്ടല്ലോ എന്ന പ്രോസിക്യൂഷന്റെ ചോദ്യത്തിന് അപകടത്തിൽ വാഹനത്തിന്റെ ഇടതുവശത്തെ ഡോർ തുറക്കാൻ പറ്റാതായതും അതിനാലാണ് ഡ്രൈവിംഗ് സീറ്റ് വഴി പുറത്തിറങ്ങേണ്ടി വന്നതെന്നും സൽമാൻ ഖാൻ വിശദമാക്കി. തന്റെ അംഗരക്ഷകനും ഇതുവഴി തന്നെയാണ് ഇറങ്ങിയത്. കൂടാതെ അപകടം നടന്നയുടൻ താൻ അവിടെ നിന്നും ഓടിപ്പോയി എന്ന വാദവും തെറ്റാണ്. കുറച്ചുനേരം താൻ അവിടെ നിന്നിരുന്നു.
അവസാനം തൻ്റെ ഒരു സഹായി പറഞ്ഞതിന് ശേഷം മാത്രമാണ് താൻ അവിടെ നിന്നും പോയതെന്നും ഖാൻ കോടതിയിൽ പറഞ്ഞു. കേസിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ സൽമാൻ ഖാന് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. നേരത്തെ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകൾ ചേർത്തായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോട്ടയത്തെ പയസ് 10th കോൺവെന്റിൽ സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 23 വർഷം. 1992 മാർച്ച് 27-നാണ് സിസ്റ്റർ അഭയയുടെ മൃതദേഹം കോൺവെന്റിലെ കിണറ്റിൽ കണ്ടെത്തിയത്. വർഷം ഇത്രയായിട്ടും കേസിൽ അന്വേഷണം തുടരുകയാണ്. സിസ്റ്റർ അഭയ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 23 വർഷം. 1992 മാർച്ച് 27-നാണ് സിസ്റ്റർ അഭയയുടെ മൃതദേഹം പയസ് 10th കോൺവെന്റിലെ കിണറ്റിൽ കണ്ടെത്തിയത്. കൊലക്കേസിൽ വർഷം ഇത്രയായിട്ടും അന്വേഷണം തുടരുന്നത് അപൂർവമാണ്. ലോക്കൽ പോലീസ് 17 ദിവസവും ക്രൈംബ്രാഞ്ച് 9.5 മാസവും കേസ് അന്വേഷിച്ചു. തുടർന്ന് സിസ്റ്റർ അഭയ ആത്മഹത്യ ചെയ്തതാണെന്ന അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയെ തുടർന്ന് CBI അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. അന്വേഷണം നടക്കുന്നതിനിടെ തന്നെ പ്രതികളെ പിടികൂടാൻ സാധിക്കുന്നില്ലെന്ന് കാണിച്ച് അന്വേഷണം അവസാനിപ്പിക്കാൻ 3 തവണ CBI കോടതിയുടെ അനുമതി തേടി. എന്നാൽ 3 തവണയും CBIയുടെ അന്തിമ റിപ്പോർട്ട് കോടതി തള്ളി. തുടർന്ന് കേസിൽ അന്വേഷണം തുടരാൻ എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിടുകയും ചെയ്തു. തുടർന്ന് CBI നടത്തിയ അന്വേഷണത്തിൽ 3 പ്രതികളെ അറസ്റ്റ് ചെയ്തു. ഫാദർ തോമസ് എം കോട്ടൂർ, ഫാദർ ജോസ് പിതൃകയിൽ, സിസ്റ്റർ സെഫി എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്ക് 2009 കുറ്റപത്രവും നൽകി. തുടർന്ന് കേസിൽ തെളിവ് നശിപ്പിച്ചവർക്കെതിരെയുള്ള തുടരന്വേഷണവും നടന്നു. എന്നാൽ ഇതിനിടെ പ്രതികൾക്കെതിരെ തിരുവനന്തപുരം CBI കോടതിയിൽ നടന്നുവന്ന വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 2013 ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. എന്നാൽ കഴിഞ്ഞ 15 മാസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ 5 തവണയാണ് CBI സമയം നീട്ടിച്ചോദിച്ചത്. ന്യൂസ് ഡെസ്ക്. RSSകാർ ആക്രമിച്ച് കൊലപ്പെടുത്തിയ തൃശൂർ മുല്ലശ്ശേരി തിരുനെല്ലൂർ ഷിഹാബിന്റെ വസതിയിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സന്ദർശനം നടത്തി. RSS നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നത് വ്യക്തമാണെന്നും ഇക്കാര്യം അറിഞ്ഞിട്ടും നടപടിയെടുക്കാത്ത പോലീസ് പ്രതികളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. സമുദ്രാതിർത്തിയിൽ മീൻ പിടിക്കാൻ പോകുന്നവർക്ക് പാസ്പോർട്ട് നിർബന്ധമാക്കി. തിരിച്ചറിയൽ കാർഡ് മാത്രം മതിയെന്ന ഇളവ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി. ജൂൺ 1 മുതൽ വ്യവസ്ഥ ബാധകമെന്ന് അറിയിച്ചുകൊണ്ട് വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിറക്കിയിട്ടുണ്ട്. തൊഴിലാളികൾ മറ്റു രാജ്യങ്ങളിൽ തടവിലാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്തു കടക്കുന്ന നാവികർക്കും പാസ്പോർട്ട് നിർബന്ധമാക്കിയിട്ടുണ്ട്. 1967 പാസ്പോർട്ട് നിയമത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അനുവദിച്ചിരുന്ന ഇളവാണ് കേന്ദ്ര സർക്കാർ എടുത്തുകളഞ്ഞത്. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ തിരിച്ചറിയൽ കാർഡ് മാത്രം കൈവശം വച്ചാൽ മതിയെന്ന ഇളവ് ഇനി മുതൽ ബാധകമല്ല. ജൂൺ 1 മുതൽ സമുദ്രാതിർത്തിയിൽ പോകുന്നവർ പാസ്പോർട്ട് കയ്യിൽ കരുതണം. മത്സ്യത്തൊഴിലാളികൾ മറ്റു രാജ്യങ്ങളിൽ തടവിലാകുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ പുതിയ നിർദ്ദേശം. ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് പുറത്തുപോകുന്ന നാവികർക്കും പാസ്പോർട്ട് നിർബന്ധമാക്കി. മത്സ്യത്തൊഴിലാളികളുടെ പാസ്പോർട്ട് അപേക്ഷകളിന്മേലുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മറുനാടൻ മലയാളികളോട് കേരള സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുംബൈയിലെ സമരസമിതി രംഗത്ത്. കഴിഞ്ഞ ബജറ്റിലെ പ്രവാസികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് നോർക്ക ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം നടത്തിയത്. ആ കാഴ്ചയിലേക്ക്. ഇക്കഴിഞ്ഞ ബജറ്റിൽ മറുനാടൻ മലയാളികളോടുള്ള അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുംബൈയിലെ സംയുക്ത സമരസമിതി വാഷി കേരള ഹൗസ് ആസ്ഥാനമായ നോർക്ക ഓഫീസിന് മുമ്പിൽ ഉപവാസ സമരം ചെയ്തു. നോവലിസ്റ്റ് ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത ഉപവാസ സമരത്തിൽ CITU നേതാവ് PR കൃഷ്ണൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ഇവിടുത്തെ മലയാളികളെ അവഗണിച്ചുകൊണ്ടുള്ള ഈ UDF ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് തിരുത്തപ്പെടേണ്ടതാണ്. സമരസമിതി ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അനുവദിക്കണം. സമരസമിതി കൺവീനർ ഡോക്ടർ ജോസ് ജോർജ് അധ്യക്ഷനായിരുന്നു. ബജറ്റിലെ പ്രവാസികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. മലയാളം മിഷനോടുള്ള സർക്കാരിൻ്റെ സമീപനം ഒരുപാട് തന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് മിഷന്റെ മുംബൈ സാരഥിയായ ബാലകൃഷ്ണൻ പറഞ്ഞു. മുംബൈ മലയാളികളുടെ അനേകം ആവശ്യങ്ങൾ ഇതുവരെ നിഷേധിക്കപ്പെട്ടിരുന്നു. അത് പൂർത്തീകരിച്ച് കിട്ടുവാനുള്ള ഒരു ഉപവാസ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിൽ മുംബൈ മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾ, രോഗാതുരരായവർക്ക് ലഭിക്കേണ്ട സഹായനിധി, മലയാളം മിഷന് ലഭിക്കേണ്ട സഹായം മുതലായ കാര്യങ്ങളെ സ്പർശിച്ചുകൊണ്ട് സമരസമിതി നടത്തിയ തീവ്ര മലയാളം മിഷന് കേരള ഹൗസിൽ ഒരു സ്ഥിരം ഓഫീസ് നൽകാമെന്ന വാഗ്ദാനം പാലിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്യ സംസ്ഥാന മലയാളികളുടെ എണ്ണത്തെക്കുറിച്ചും
കേരളത്തിലേക്ക് ഇവർ അയക്കുന്ന പണത്തെക്കുറിച്ചും ഇതുവരെ ഒരു പഠനം നടത്താൻ സർക്കാർ മുതിരാതിരുന്നത് മറുനാടൻ മലയാളികളോടുള്ള അവഗണനയാണെന്നും അഭിപ്രായമുണ്ടായി. വാശി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ജാഥയായി കേരള ഹൗസിലെത്തിയ സമരസമിതി പ്രവർത്തകർ വൈകുന്നേരം വരെ ഉപവാസമിരുന്നു. ബജറ്റിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രിക്കുള്ള കത്ത് നോർക്ക ഓഫീസിൽ ഏൽപ്പിച്ചു. പ്രേംലാൽ, ന്യൂസ് ബ്യൂറോ, മുംബൈ. തന്നെയും തന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ ചില ഗൂഢശക്തികൾ ശ്രമിക്കുന്നതായി ആലപ്പുഴ പൂങ്കാവ് സ്വദേശി നാൻസി. നാട്ടിൽ വിസ തട്ടിപ്പിന്റെ പേരിലാണ് തന്നെയും തന്റെ കുടുംബത്തെയും നശിപ്പിക്കുന്നതെന്നും നാൻസി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. റിപ്പോർട്ടിലേക്ക്. വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി നിരവധി പേരുടെ പക്കൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം ഗൾഫ് വാർത്തകളിൽ ആലപ്പുഴ സ്വദേശികളെക്കുറിച്ച് വാർത്തകൾ വന്നത്. ആലപ്പുഴ പൂങ്കാവ് സ്വദേശിയാണ് തട്ടിപ്പിന് പിന്നിലെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നത്. എന്നാൽ കൊല്ലം സ്വദേശിയായ മേരിയാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണ വിധേയായ ജാൻസി പറയുന്നത്. തൻ്റെ മകളെ ഇതിൻ്റെ ഇടനിലക്കാരിയാക്കിയാണ് ഇവർ തട്ടിപ്പ് നടത്തിയതെന്നും ഇവർ പറയുന്നു. മോളാണ് ഇടനിലക്കാരിയായിട്ട്. മോൾക്ക് എൻ്റെ ആവശ്യമുണ്ടോ സാറേ? എന്തിനു സാറേ? 10-18 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ആ കുവൈറ്റ് അതെല്ലാം കളഞ്ഞു കുളിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിച്ച് അവളുമില്ല ഞങ്ങളും ഇങ്ങനെ. സാറേ മേരിയാണ് ഇവർക്ക് ഗ്യാങ്ങാണ്. ഇവർക്കൊരു ഗ്യാങ് ഉണ്ട് സാറേ. ഇവർ വന്ന ഒരു സിത്താര, മേരി, ഒരു ഒറ്റക്കയ്യൻ എല്ലാമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്നത്. ഇവരൊരു ഗ്യാങ്. ഇവരുണ്ടല്ല അവിടെ വലിയ തട്ടിപ്പുകാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. 2 സെന്റ് സ്ഥലത്ത് പണി പൂർത്തീകരിക്കാത്ത വീട്ടിലാണ് ഈ കുടുംബം കഴിയുന്നത്. രോഗബാധിതനായ ഭർത്താവ് വർഷങ്ങളായി തളർന്നു കിടക്കുകയാണ്. ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ വാർത്തകൾ പ്രചരിക്കുന്നത് മൂലം തങ്ങളുടെ ജീവിതം തന്നെ വഴിമുട്ടിയിരിക്കുകയാണെന്നും ഇവർ പറയുന്നു. ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്നാണ് രാജിയുടെ മാതാവ് വിശദീകരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ഷജഹാൻ. ബാർ കോഴക്കേസിൽ കെ എം മാണിക്കെതിരെ ലോകായുക്തയിൽ മൊഴി. ബാറുടമ സാജു ഡൊമിനിക്കാണ് മൊഴി നൽകിയത്. 15 ലക്ഷം രൂപയുമായി ജോൺ കല്ലാട്ട് മാണിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് കണ്ടു എന്നാണ് മൊഴി. എന്നാൽ മാണിക്ക് പണം നൽകുന്നത് താൻ നേരിട്ട് കണ്ടിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു. ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം.